ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശം ക്ലബ് തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വിപുലീകരിച്ച ഫിഫ ക്ലബ് ലോകകപ്പ് 2025 ജൂൺ 14 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. മുൻപ് 6 ഭൂഖണ്ഡങ്ങളിലെ ചാമ്പ്യൻ ക്ലബ്ബുകളും ഒരു ആതിഥേയ രാജ്യത്തെ ക്ലബ്ബും മാത്രമായിരുന്നു ഈ ടൂർണമെന്റിൽ പങ്കെടുത്തിരുന്നത്. എന്നാൽ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയുടെ കാഴ്ചപ്പാടിൽ ഇത് 32 ടീമുകളെ പങ്കെടുപ്പിച്ച് ഒരു മിനി വേൾഡ് കപ്പ് പോലെ ആക്കാൻ ലക്ഷ്യമിടുന്നു. വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പുതിയ ഫോർമാറ്റിന് പിന്നിലെ പ്രധാന പ്രചോദനം എന്ന് ഇൻഫാന്റിനോ 2022 അവസാനത്തോടെ പ്രഖ്യാപിച്ചിരുന്നു. ഓരോ 4 വർഷം കൂടുമ്പോഴും ഒരു പുതിയ ക്ലബ് ലോകകപ്പ് നടത്താനാണ് ഫിഫയുടെ പദ്ധതി. ഇടയ്ക്കുള്ള വർഷങ്ങളിൽ പഴയ ക്ലബ് ലോകകപ്പ് ഫോർമാറ്റിലുള്ള ഫിഫ ഇൻഡോ കോണ്ടിനെന്റൽ കപ്പ് നടത്തും. കൂടാതെ 2026 ഒരു വനിതാ ക്ലബ് ലോകകപ്പ് ആരംഭിക്കാനും ഫിഫ പദ്ധതിയിടുന്നുണ്ട്. ഈ പുതിയ ഫോർമാറ്റിൽ ടീമുകളെ 4 വീതമുള്ള 8 ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു. ഓരോ ടീമും ഗ്രൂപ്പിലെ മറ്റു 3 ടീമുകളുമായി ഓരോ തവണ ഏറ്റുമുട്ടും. ഓരോ ഗ്രൂപ്പിൽ നിന്നും ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകൾ നോക്കൌട്ട് ഘട്ടമായ റൗണ്ട് ഓഫ് 16ലേക്ക് യോഗ്യത നേടും. നോക്കൌട്ട് ഘട്ടം മുതൽ ഫൈനൽ വരെ മത്സരങ്ങൾ നടക്കും. നോക്കൌട്ട് ഘട്ടത്തിൽ ഒരു മത്സരം 90 മിനിറ്റിന് ശേഷം സമനിലയിലായാൽ 15 മിനിറ്റ് അധിക സമയങ്ങൾ ഉണ്ടാകും. അപ്പോഴും സമനിലയിലാണെങ്കിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ വിജയികളെ നിർണ്ണയിക്കും. ലോകകപ്പിൽ നിന്ന് വ്യത്യസ്തമായി 3ാം സ്ഥാനക്കാർക്കായുള്ള മത്സരം ഉണ്ടായിരിക്കില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ 12 സ്റ്റേഡിയങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ലോസ് ആഞ്ചലസും സിയാറ്റിലും പസഫിക് തീരത്താണെങ്കിലും മിക്ക സ്റ്റേഡിയങ്ങളും കിഴക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. ജൂൺ 14 മയാമിയിൽ വെച്ച് നടക്കുന്ന ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തോടെ ടൂർണമെന്റ് ആരംഭിക്കും. ആഫ്രിക്കൻ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ ഈജിപ്ഷ്യൻ ക്ലബ് അൽ അഹ്ലി FC-യും ലയണൽ മെസ്സി കളിക്കുന്ന MLS ക്ലബ്ബായ ഇന്റർ മയാമിയുമാണ് ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. ഫൈനൽ ജൂലൈ 13 ന്യൂയോർക്കിൽ നടക്കും. യൂറോപ്പാണ് ഏറ്റവും കൂടുതൽ ടീമുകളെ, അതായത് 12 ടീമുകളെ ക്ലബ് ലോകകപ്പിലേക്ക് അയക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളും കഴിഞ്ഞ 4 വർഷങ്ങളിലെ യൂറോപ്പിലെ മികച്ച 8 റാങ്കുകളിലുള്ള ടീമുകളുമാണ് യൂറോപ്പിൽ നിന്ന് യോഗ്യത നേടിയത്. ജർമ്മനിയിൽ നിന്ന് ബയേൺ മ്യൂണിക്കും ബൊറൂസിയ ഡോട്ട്മുണ്ടും പങ്കെടുക്കും. തെക്കേ അമേരിക്കയിൽ നിന്ന് 6 ടീമുകൾ, ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും 4 ടീമുകൾ വീതം, വടക്കൻ മധ്യ അമേരിക്ക, കരീബിയൻ മേഖലകളിൽ നിന്ന് 4 ടീമുകൾ, ഓഷ്യാനയിൽ നിന്ന് ന്യൂസിലാൻഡിലെ ഓക്ലാൻഡ് സിറ്റി FC എന്നിവയും പങ്കെടുക്കും. ഈ പുതിയ ടൂർണമെന്റ് വഴി വലിയ സാമ്പത്തിക നേട്ടമാണ് ഫിഫ പ്രതീക്ഷിക്കുന്നത്. 2024 സാമ്പത്തിക റിപ്പോർട്ടിൽ ഈ വർഷത്തെ ക്ലബ് ലോകകപ്പിൽ നിന്ന് $2 ബില്യൺ വരുമാനം പ്രതീക്ഷിക്കുന്നതായി ഫിഫ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ $1 ബില്യൺ പങ്കെടുക്കുന്ന ക്ലബ്ബുകൾക്ക് നൽകാനാണ് ഫിഫയുടെ പദ്ധതി. എന്നാൽ ഈ തുക ക്ലബ്ബുകൾക്കിടയിൽ തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നില്ല. യൂറോപ്യൻ ക്ലബ്ബുകൾക്കാണ് ഏറ്റവും കൂടുതൽ തുക ലഭിക്കുന്നത്. ക്ലബ്ബുകളുടെ കായികവും വാണിജ്യപരവുമായ മൂല്യം സംയോജിപ്പിച്ച് തയ്യാറാക്കിയ പ്രത്യേക റാങ്കിംഗ് അനുസരിച്ച് യൂറോപ്യൻ ക്ലബ്ബുകൾക്ക് $12.8 മില്യൺ നും $38.2 മില്യൺ ഇടയിൽ ലഭിക്കും. ബയേൺ മ്യൂണിക് CEO ജാൻ ക്രിസ്റ്റ്യൻ ഡ്രസന്റെ അഭിപ്രായത്തിൽ ബുണ്ടസ്ലീഗ ചാമ്പ്യന്മാർക്ക് ഏകദേശം $30 മില്യൺ ലഭിക്കും. എന്നാൽ ഓക്ലാൻഡ് സിറ്റിക്ക് അതിന്റെ 10-1 മാത്രമേ ലഭിക്കൂ. പ്രകടന ബോണസായി $475 മില്യൺ വിതരണം ചെയ്യും. ഗ്രൂപ്പ് ഘട്ടത്തിലെ വിജയങ്ങൾക്കും സമനിലകൾക്കും ഗ്രൂപ്പ് വിജയിക്കുന്നതിനും നോക്കൌട്ട് റൗണ്ടുകളിലൂടെ മുന്നേറുന്നതിനും ഈ ബോണസുകൾ ലഭിക്കും. ടൂർണമെന്റ് വിജയിക്ക് $40 മില്യൺ സമ്മാനത്തുക ലഭിക്കുമ്പോൾ 2ാം സ്ഥാനക്കാർക്ക് $30 മില്യൺ ലഭിക്കും. ഒരു യൂറോപ്യൻ ക്ലബ് ലോകകപ്പ് നേടിയാൽ അവർക്ക് $125 മില്യൺ നേടാൻ സാധ്യതയുണ്ട്. പുതിയ ക്ലബ് ലോകകപ്പ് ഫോർമാറ്റിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. പങ്കെടുക്കുന്ന ക്ലബ്ബുകൾക്ക് ലഭിക്കുന്ന വലിയ സാമ്പത്തിക പ്രതിഫലം അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാണ്. അതിനാൽ അവരുടെ ഭാഗത്ത് നിന്ന് വിമർശനങ്ങൾ കുറവാണ്. എന്നാൽ ഫുട്ബോൾ കലണ്ടർ ഇതിനോടകം തന്നെ തിരക്കേറിയതാണെന്നും ഈ അധിക 4 ആഴ്ചത്തെ ടൂർണമെന്റ് കളിക്കാർക്ക് വിശ്രമിക്കാനും സുഖം പ്രാപിക്കാനും കുറഞ്ഞ സമയം മാത്രമേ നൽകുന്നുള്ളൂ എന്നും ചില വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് പരിക്കുകൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും അവർ വാദിക്കുന്നു. ബയേൺ മ്യൂണിക്കിന്റെയും ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെയും ചില കളിക്കാർ നേഷൻസ് ലീഗ് ഫൈനൽസിൽ പങ്കെടുത്തതിന് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ക്ലബ്ബുകളോടൊപ്പം USA പുറപ്പെടും. ഈ കളിക്കാരിൽ ആരെങ്കിലും ജൂലൈ 13 നടക്കുന്ന ഫൈനലിൽ എത്തിയാൽ ഓഗസ്റ്റ് 22 ആരംഭിക്കുന്ന പുതിയ ബുണ്ടസ്ലീഗ സീസൺസിന് മുൻപ് 6 ആഴ്ചയിൽ താഴെ മാത്രമേ അവർക്ക് വിശ്രമം ലഭിക്കൂ. ഗോൾഡ് കപ്പുമായുള്ള മത്സര ഷെഡ്യൂൾ മറ്റൊരു വിമർശന വിഷയമാണ്. വടക്കൻ മധ്യ അമേരിക്ക, കരീബിയൻ എന്നിവിടങ്ങളിലെ ദേശീയ ടീമുകളുടെ ഭൂഖണ്ഡാന്തര ചാമ്പ്യൻഷിപ്പായ ഗോൾഡ് കപ്പും USA-യിലും കാനഡയിലുമായി നടക്കുന്നുണ്ട്.
ക്ലബ് ലോകകപ്പിൽ പങ്കെടുക്കുന്ന ക്ലബ്ബുകൾക്ക് ദേശീയ ടീമുകളിലേക്ക് കളിക്കാരെ വിട്ടയക്കാനുള്ള സാധാരണ ബാധ്യതയിൽ നിന്ന് ഫിഫ ഇളവ് നൽകിയിട്ടുണ്ട്. കൂടാതെ ജൂലൈ 12 മുതൽ 27 വരെ സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്ന വനിതാ യൂറോയുടെ ആദ്യ 11 ദിവസങ്ങളിൽ നിന്ന് ഫുട്ബോൾ ആരാധകരെ ക്ലബ് ലോകകപ്പ് വഴി തിരിച്ചുവിട്ടേക്കാം എന്ന ആശങ്കയുമുണ്ട്. ടിക്കറ്റ് വിൽപ്പന മന്ദഗതിയിലായതിനാൽ ആരാധകരുടെ പ്രതികരണവും അത്ര ശുഭകരമല്ല. മയാമിയിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിനായി ആയിരക്കണക്കിന് ടിക്കറ്റുകൾ ഇപ്പോഴും ലഭ്യമാണ്. ഒഴിഞ്ഞ സീറ്റുകളുടെ TV ദൃശ്യങ്ങൾ ഒഴിവാക്കാൻ ഫിഫ ടിക്കറ്റ് വില കുത്തനെ കുറച്ചിട്ടുണ്ട്. ഫൈനലിന് പോലും ധാരാളം ടിക്കറ്റുകൾ അവശേഷിക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ ടിക്കറ്റിന് $766 വിലയുള്ളപ്പോൾ ഇത് അത്ഭുതമല്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രിത പ്രവേശന നയങ്ങൾ വിദേശ ആരാധകരെ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചേക്കാം. ആതിഥേയ നഗരങ്ങളിലൊന്നായ ലോസ് ആഞ്ചലസിലെ നിലവിലെ പ്രതിഷേധങ്ങളും ക്ലബ് ലോകകപ്പ് കാണാൻ അവസാന നിമിഷം യാത്ര ചെയ്യാൻ ആരെയും പ്രോത്സാഹിപ്പിക്കാൻ സാധ്യതയില്ല.